ഇന്ന് ജൂലൈ 29 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണേ നമുക്ക് നോക്കാം. 4 അവറിന്റെ ചാർട്ട് നോക്കുമ്പോൾ മാർക്കറ്റ് കുറച്ച് നാളായിട്ട് സൈഡ് വൈസിലാണ്. ഇപ്പോൾ ഈ ഒരു കറന്റ് മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ഓവറോൾ 4 അവറിന്റെ നോക്കുമ്പോൾ നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് കിട്ടി. അതിനുശേഷം ഇന്റേണൽ ട്രെൻഡ് അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡെയിലി ഡിമാൻഡ് സോണിലും അതേപോലെ 4 അവറിന്റെ ഈ ഒരു ഡിമാൻഡ് സോണിലുമാണ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ട് ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അപ്പ് ട്രെൻഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി 50 മിനിറ്റ്സിന്റെ ഇൻട്രാഡേ ബേസിസിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഡിമാൻഡ് സോണിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ബൈ ആൻഡ് റീസ് കൺഫർമേഷൻ കിട്ടുന്നത് ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഇന്റേണൽ സ്ട്രക്ചർ അപ്പ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഒരു കൺഫർമേഷൻ കിട്ടും. പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് ബൈ ആൻഡ് റീസ് നോക്കാം. അതല്ല 4 അവറിന്റെ ഈ ഒരു അപ്പ് ട്രെൻഡിലേക്കുള്ള ഷിഫ്റ്റ് ഈ ഒരു ഡിമാൻഡ് സോണിനെ റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ ഒരു സപ്ലൈ സോൺ വരെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നമുക്കൊരു അപ്പ് ട്രെൻഡിലേക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് കിട്ടിയാൽ നമുക്ക് ഇവിടെ ഹയർ ലോ ഈ ഒരു മൂവ്മെന്റിനെ റെസ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ബൈ ആൻഡ് റീസ് നോക്കാം. ഫൈൻ ലൈഫ് ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയി ഓരോ കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഫോറക്സ്, കറൻസി, ക്രിപ്റ്റോ, പിന്നെ ഇന്ത്യൻ സ്റ്റോക്സിന്റെയും കമ്മ്യൂണിറ്റീസ് ഇവിടെയുണ്ട്. അതിലൂടെ ട്രേഡ് റിലേറ്റഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി ഫൈൻ ലൈഫ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.